ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശനെ കോടതി ജയിൽ ശിക്ഷ വിധിക്കുകയാണ്. പ്രകാശനെ കോടതിയിൽ നിന്നും പോലീസുകാർ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് പെൺമക്കളും അതുപോലെ അമ്മൂമ്മയും നമ്മുടെ പ്രകാശന്റെ അമ്മയും കൂടി കാത്തിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ അമ്മൂമ്മയെ വിളിക്കുമ്പോഴും വേണ്ട മക്കളെ, പ്രകാശനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞു തന്നെ അമ്മൂമ്മ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പോലീസ് അതായത് തിരിച്ചു വരുന്ന കിരണിനെയും രതീഷിനെയും കണ്ടിട്ട് അവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. പ്രകാശന് ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന് വിശ്വസിക്കാനാവാതെ അമ്മ അങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അമ്മ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും അച്ഛനെ കാണാൻ വേണ്ടി ജയിലിലോട്ട് പോകുന്ന സമയത്ത് എന്നെയും കൂടി വിളിക്കണം, ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അച്ഛന് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ല, നിങ്ങളെ സംരക്ഷിച്ചതിൽ നിങ്ങൾക്ക് ഇനി പേടിക്കാതെ ജീവിക്കാം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. പിന്നെ തന്നെയല്ല, ഇനി അവനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവനൊരു സ്വസ്ഥത തന്നിട്ടില്ല, ഇനിയിപ്പോൾ അവൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് വേണ്ടതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇനി മരിച്ചിട്ട് നമ്മളെ അവൻ ഉപദ്രവിക്കുമെന്നുള്ള രീതിയിൽ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയു താരയുടെ അരികിലേക്ക് വരികയും താരയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ മനസ്സിലുള്ളത് ആരോടും തുറന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം സ്വന്തം വളർത്തമ്മയുടെ അരികിലേക്ക് വരികയാണ്, ശാരിയുടെ അരികിലേക്ക്. ശാരിയോട് പറയുകയാണ്, അതെ ഇനി എന്തായാലും ഇവിടെ ആൻറ്റിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം പ്രഷർ ഒന്ന് ലോ ആയിട്ടോ പ്രഷർ ഹൈ ആയിട്ടോ അങ്ങോട്ട് നമ്മുടെ രൂപയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ICUലാണ്. കൂടെ ചന്ദ്രസേനൻ പോയിട്ടുണ്ട്. കിരണും കല്യാണിയും ഹോസ്പിറ്റലിലാണുള്ളത്. ആ സമയത്ത് ശാരി മാത്രമേ ആ വീട്ടിലുള്ളൂ. ആ സമയത്താണ് സരയു വരുന്നത്. സരയു വന്നിട്ട് നേരെ ആൻറ്റിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സരയുവിന് ആൻറ്റിയുടെ കാര്യങ്ങൾ അറിയാത്തതിൽ ആൻറ്റിക്ക് ഇങ്ങനെ പറ്റിയതിലൊക്കെ ചെറിയ വിഷമമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, എന്തായാലും ഈ വിക്രം മരിച്ചതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും പ്രകാശിനെ എത്രത്തോളം സ്നേഹിച്ചതാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ശാരി പറയുന്ന സമയത്ത്, എന്ത് സ്നേഹിച്ചു, അവൻ മരിച്ചതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അവന് ഞാനൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് മരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സരയുവും പറയുകയാണ്. അങ്ങനെ അത് കേൾക്കുന്ന ശാരിക്ക് മോൾ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ അപ്പം നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരിപ്പോൾ ഇങ്ങോട്ട് വരും, കിരൺ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇങ്ങോട്ടോ എന്ന് ചോദിക്കണം. അപ്പം അതേ എന്ന് പറയുകയാണ്. അമ്മ ഞാൻ പറയുന്ന പോലെ എൻ്റെ കൂടെ നിൽക്കണം, അമ്മയ്ക്ക് എൻ്റെ സ്നേഹം കിട്ടണമെങ്കിൽ എന്ന് പറയുമ്പോൾ മോൾ എന്ത് പറഞ്ഞാലും ഞാൻ കൂടെ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ശാരിയും സംസാരിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണ് നമ്മുടെ കിരണും കല്യാണിയും കൂടി അവിടേക്ക് വരുന്നത്. അപ്പം അവരങ്ങോട്ട് വരുന്ന സമയത്ത് സരയും ആ കല്യാണി എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതിലങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്, ആൻറ്റിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ICUലാണ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നീ കയറി കണ്ടോ എന്ന് ചോദിക്കുകയാണ് കിരണോട്. ഞാൻ കണ്ടു അമ്മയെ എന്ന് പറയുകയാണ്. എന്തായാലും കല്യാണി ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ, അമ്മ വരുന്നത് വരെയും. പിന്നെ ഇവിടെ അടുത്തല്ലേ വീട്, ഹോസ്പിറ്റൽ ഇവിടെ അടുത്തല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനും കല്യാണിക്ക് എളുപ്പമാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ശാരിയുടെ അരികിൽ കല്യാണിയെ നിർത്തുന്ന കാര്യം കേൾക്കുമ്പോൾ സരയുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കിരൺ പറയുന്നുണ്ട്, ആ വിക്രത്തിന് എവിടെ നിന്നാണാവോ, അവൻ്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നല്ലോ, അത് എവിടെ നിന്നാണാവോ കിട്ടിയത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് സരയു ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ശാരിക്കും ചെറിയൊരു ഭയം ഉള്ളിലുണ്ട്. അങ്ങനെ ആ സമയത്ത് സരയു അറിയാത്ത പോലെ ചോദിക്കുകയാണ്, നിനക്ക് പോലീസിൽ അന്വേഷിക്കാൻ പറയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ അവരൊക്കെ അന്വേഷിക്കൂ, കാരണം അവൻ മരിച്ച് മണ്ണടിഞ്ഞു, ഇനിയിപ്പോൾ കേസും അതോടെ തീർന്നില്ലേ, ഇനിയിപ്പോൾ അതിനൊക്കെ ആർക്ക് മെനക്കെടാൻ സമയം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ആ ഒരു ആശ്വാസത്തിൽ നമ്മുടെ സരയു നിൽക്കുകയും അതുപോലെ തന്നെ അമ്മയുടെ അരികിലാണല്ലോ കല്യാണി നിൽക്കുന്നത്, അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ ജീവൻ അവിടെ നിന്ന് എടുക്കാമെന്ന് തന്നെയാണ് സരയും തീരുമാനിക്കുന്നത്. അങ്ങനെ സരയു അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ്. കല്യാണിയെ അവിടെ നിർത്തിയിട്ട് കിരണും പോകുന്നുണ്ട്. അപ്പോൾ സരയു ആണെങ്കിൽ പോകുന്നതിന് മുമ്പ് കല്യാണിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് മോള് പ്രത്യേകിച്ച് പറയണോ, എനിക്കറിയില്ലേ എന്നും പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ഇവിടെ വലിയൊരു നാടകമാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. സരയുവിൻ്റെ വിചാരം സരയുവിനെ പറ്റി ആർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ്. പക്ഷേ കൃത്യമായ തെളിവുകളോട് കൂടി തന്നെയാണ് കിരൺ ആയ ഒരു കാര്യം മനസ്സിലാക്കി തന്നെയാണ് നടക്കുന്നത്. സരയുവിൻ്റെ
മനസ്സിലിരിപ്പ് എന്താണെന്ന് കിരണ് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു തോക്ക് അതെങ്ങനെ അവന് കിട്ടി എന്നുള്ള കാര്യം അതെന്തായാലും അന്വേഷിക്കാതിരിക്കില്ല. അത് നമ്മുടെ കിരൺ കളവ് പറഞ്ഞതാണ്, അന്വേഷിക്കുന്നില്ല എന്നുള്ള കാര്യം. CI മാർട്ടിനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ആ ഒരു സംഭവം തോക്കിന്റെ പുറകെ പോകുമ്പോൾ അത് സരയുവിന്റെ തോക്കാണെന്നും സരയു അവന് നൽകിയ തോക്കാണെന്നുമുള്ള കാര്യം തെളിവ് സഹിതം നമ്മുടെ CI മാർട്ടിൻ കിരണിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് കണ്ട് കിരൺ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. കിരൺ എന്തായാലും സരയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാവാണ്. എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അവളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു പ്രവൃത്തി ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി തന്നെയാണ് കല്യാണിയെ ശാരിയുടെ അരികിൽ ഏൽപ്പിച്ചു പോകുന്നതും. എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കല്യാണി എന്തെങ്കിലും ശാരിയോ അല്ലെങ്കിൽ സരയോ ചെയ്യുമെന്ന് കിരൺ അറിയാം. അപ്പൊ അവരെ പിടികൂടാൻ തന്നെയാണ് കിരൺ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ കല്യാണിയാണെങ്കിൽ ഇപ്പോൾ അസുഖമൊക്കെ ബാധിച്ചപ്പോൾ ഇങ്ങനെ സുഖം പ്രാപിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ബെഡിൽ അങ്ങനെ കിടന്നുറങ്ങുകയാണ്. അരികിൽ വന്ന് ശാരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശാരിയോട് സരയു വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും വിഷം കലർത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ അവളെ ഏതെങ്കിലും രീതിയിൽ അമ്മ ഇല്ലാതാക്കണം. അമ്മ അത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തി ആയിരിക്കും എന്നിങ്ങനെ സരയു പറഞ്ഞു കൊടുക്കുമ്പോൾ ശാരി ഞെട്ടിപ്പോവാണ്. മോളെ ഞാനോ എന്ന് ചോദിക്കുകയാണ്. അതെ അമ്മ തന്നെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കല്യാണിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ശാരിയെ പിടികൂടുകയും അതുപോലെ തന്നെ ശാരിക്ക് നല്ല അടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും സരയുവിന്റെ പേര് പറയുന്നില്ല. സരയു അവിടെ അപ്പോഴും രക്ഷപ്പെടുകയാണ്. സരയു പറയുന്നുണ്ട്, എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്? കല്യാണി എന്ത് തെറ്റാ ചെയ്ത്? നമ്മളൊക്കെ സംരക്ഷിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ ഇവർ രണ്ടുപേരും. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ അവിടെ വലിയൊരു നാടകം തന്നെ സരയു കളിക്കുകയാണ്. പക്ഷേ കിരണിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ സരയുടെ ഉള്ളിലുള്ള ആ മൃഗത്തെ പുറത്തു കൊണ്ടുവരാൻ തന്നെ കിരൺ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇനിയിപ്പോൾ തന്നെ ആരും സഹായിക്കാനില്ല. താരയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. അതുകൊണ്ട് തന്നെ താരയെ ഇനി അതിന് എടുക്കാൻ പറ്റില്ല. ഇനി സ്വയം അതിനു വേണ്ടി പ്രവൃത്തി ചെയ്യണമെന്ന് സരയു തീരുമാനിക്കുകയും കല്യാണിയെ അപകടപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ സരയുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് കിരണിന്റെ തനി സ്വരൂപം പുറത്തേക്ക് വരുന്നതും നമ്മുടെ സരയുവിനെ തല്ലിച്ചതച്ച് സരയുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ താൻ മുന്നേ മനസ്സിലാക്കിയിരുന്നു എന്നും നിന്റെ ഉള്ളിരിപ്പ് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായി നാടകം കളിക്കുന്നതെന്നും കിരൺ തുറന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സരയു ഞെട്ടിപ്പോകുന്നുണ്ട്. നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നിന്റെ ഒരു കുഞ്ഞ് നിനക്കില്ലേ? അതിന് വേണ്ടിയിട്ടെങ്കിലും ജീവിച്ചുടേ. നിന്നേക്കാൾ എത്രയോ ഭേദമാണ് ആ മനോഹർ പെൺകുട്ടികളെ സ്നേഹിച്ച് ജീവിതത്തിലേക്ക് അടുപ്പിച്ചു എന്ന്. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അവന്റെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു. നിനക്ക് എന്തിലടി കുറവുണ്ടായിരുന്നു? നിനക്ക് പണത്തിന് പണം, സൗകര്യത്തിന് സൗകര്യം, എല്ലാതും. എന്റെ കല്യാണി ജീവിച്ചത് കണ്ടില്ലേ? അവൾക്കൊക്കെ ഒരു സൗകര്യമില്ലാതെ എന്നിട്ടും അവള് നിന്നോടൊക്കെ എത്രയോ വട്ടം നീ ആ കല്യാണിയൊക്കെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ എപ്പോഴും നിന്നോട് ക്ഷമിക്കുക മാത്രമല്ലേ ചെയ്തത്? നീ നിന്റെ അച്ഛന്റെ കൂട്ടു കൂടിയിട്ട് എന്റെ കല്യാണിയെ ഇല്ലാതാക്കാൻ നോക്കിയല്ലേ? അങ്ങനെയല്ലേ നിന്റെ അച്ഛൻ മരണപ്പെട്ടത്? ഇപ്പോ ഇവളുടെ അരികിലും ഇവന്റെ വിക്രത്തിന്റെ അരികിലും നിന്റെ തോക്കാടി വിക്രത്തിന്റെ കയ്യിലുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അവളെ തല്ലി തകർക്കുന്നുണ്ട്. എന്തായാലും അവൾക്ക് ഇനി ഒന്നും അവൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവളെ പൂട്ടുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ക്ലൈമാക്സോട് കൂടി അടുക്കുമ്പോൾ നമ്മുടെ മൗനരാഗം അടിപൊളിയായി തന്നെയാണ് പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.